കൊണ്ടുപോകാനൊന്നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടുവോ, ഞാൻ ഇപ്പൊ കണ്ടാകുകൊണ്ട് പിടിച്ചിരിക്കാം. നമസ്കാരം. നിങ്ങൾ അറിഞ്ഞ ലവള് തിരിച്ചു വന്നിട്ടുണ്ട്. ആര്? സഹോദരിയുടെ ഭർത്താവുമായി ഒളിച്ചോടുകയും ഓട്ടോയിലിരുന്ന് ഉമ്മ വെച്ചുള്ള വീഡിയോ ഒക്കെ പബ്ലിക്കിലാക്കുകയും എനിക്ക് വേറെ നിവൃത്തിയില്ല, ഈ ഏട്ടനില്ലാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ട ഒരു കക്ഷി ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവളുടെ പുതിയ പാർട്ട് 2 വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞു പോകും. നമുക്ക് ആർക്കും അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് ഇതുവരെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വിശദീകരണം തരുന്നുണ്ട്. അതുമല്ല, നമ്മൾ ആരും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ ഒരു എന്താണ് ചേച്ചിയുടെ മേലുള്ള ഒരു കെയർ, ഒരു അനുകമ്പയൊക്കെ അവൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ആരും നമുക്ക് ഒരിക്കലും ഈ പൈതലിനെ, ഈ മാൻപേടയെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് വന്നത്. സംശയമൊന്നും വേണ്ട, പയ്യൻ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ നിത്യഹരിത നായകൻ തൊട്ടടുത്തിരിപ്പുണ്ട്. എല്ലാം ഇങ്ങനെ എവളാണ് ഡ്രൈവ്. അപ്പം ബാക്കി ഇരുന്നു കൊണ്ട് എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ഇങ്ങനെ പറ അങ്ങനെ പറ എന്നൊക്കെ പറഞ്ഞോളൂ. അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എന്തായി, എവിടെയായി, എന്താ നിങ്ങളുടെ ജീവിതം എന്നറിയാൻ ഇവിടുത്തെ കേരള ജനത ഇങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി നിനക്ക് എന്റെ ചക്കര എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും വന്നിട്ടുണ്ട് ചക്കര, അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു പരമ്പരയായാൽ എനിക്കൊരു കണ്ടന്റ് ആവും. ശരി, നമുക്കത് കാണാം. ഓക്കെ. പിന്നെ ചേച്ചിയോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനൊന്നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടുവോ, ഞാൻ ഇപ്പൊ കണ്ടാകുകൊണ്ട് പിടിച്ചിരിക്കാനൊന്നും ഞാൻ നിൽക്കില്ല. കണ്ടടാ അവളുടെ ആ മനസ്സ്, കണ്ടാടാ അവിടെ കണ്ടാ നീയൊക്കെ അവളുടെ ആ ഒരു ദയ കണ്ട, സഹാനുഭൂതി സ്വന്തം ചേച്ചിയോട്. ചേച്ചിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ ചേട്ടനുമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ചേട്ടനുമായിട്ട് പോകുന്നുണ്ടൊക്കെ ശരി തന്നെ, ചേച്ചിക്ക് എപ്പോ ചേട്ടന് ആവശ്യമുണ്ടോ, എപ്പോഴാണ് ചേച്ചിക്ക് ചേട്ടന്റെ ആവശ്യം, ആ സമയത്ത് ഞാൻ വിട്ടുതരും. മനസ്സിലാവും? ചേച്ചിക്ക് ചേട്ടനെ വേണമെന്ന് എപ്പോ തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ വിട്ടുതരുമെന്ന്. ഇതുപോലെ ഇത്രയും ഈ പറയുന്ന ചേച്ചിയെ സ്നേഹിക്കുന്ന ഒരു സഹോദരി, ചേച്ചി സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഇരട്ടി ചേച്ചിയുടെ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സഹോദരി ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാവൂടെ? അവളെ നീ നമ്മളെ കുറ്റം പറഞ്ഞു, മോശമല്ലേ? ഈ കുറ്റം പറഞ്ഞ് അവളെ ചീത്ത വിളിച്ചതൊക്കെ വളരെ വളരെ മോശമാണ്. അവൾ പറയുന്നത് ചേച്ചിക്ക് വേണമെങ്കിൽ ഞാൻ വിറ്റ് തരാം എന്നാ പറയുന്നത്. എപ്പോ വേണോ പറഞ്ഞ ശേഷം ചേട്ടനോട് ഞാൻ പോവേണ്, പക്ഷെ എപ്പോഴും വേണോ ചേച്ചി ഒരു വാക്ക് ഒന്ന് മൂളിയാൽ മാത്രം മതി, ആ സ്പോട്ടിൽ ചേട്ടൻ അവിടെ എത്തിയിരിക്കും, ഞാൻ കൊണ്ടുവന്നിരിക്കും. സ്വന്തം അനിയത്തിയാണ് പറയുന്നത്, എന്റെ ആ വാക്കാണ്. കേൾക്കാം. പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റൂല. അതുതന്നെയാണ് ഞാൻ കൊണ്ടൊക്കെ വരാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഏട്ടനില്ലാതെ, എന്റെ കുഞ്ഞേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഓക്കെ. ഈ ഒരു കളി കളിക്കണം. ഞങ്ങളെ പിന്നാലെ ആരും വരരുത്. ഇത് മാത്രല്ല, ഒന്നും കൂടെ ഏട്ടനും ഉണ്ട്. ഏട്ടവിടെ ഒളിഞ്ഞിരിക്കണ കണ്ട ഒളിഞ്ഞിരിക്കണ ഏട്ടനെ കണ്ട പാവം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എപ്പോഴും പറയാനുള്ള ഒരു കേസ്, നിങ്ങൾ മെനക്കെട്ട് നമ്മുടെ പിന്നാലെ വരരുതേ. ചേച്ചിക്ക് വേണമെങ്കിൽ കൊണ്ടു കൊടുക്കാൻ 1-2 ദിവസത്തെ വേണമെങ്കിൽ നിർത്തിക്കാം, പക്ഷെ പൂർണ്ണമായിട്ട് എനിക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് 1-2 ദിവസത്തേക്ക് വേണമെങ്കിൽ ചേച്ചിക്ക് വേണ്ടി വിട്ടുകൊടുക്കാം. നിങ്ങൾ ആരും ഒറ്റ മനുഷ്യന് നമ്മുടെ ബാക്കിലേ വരരുത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് നമുക്ക് ലാസ്റ്റ് നമുക്ക് കേൾക്കാം. പോണന്റെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ്. തിങ്കളാഴ്ച കിട്ടുള്ളൂ, തിങ്കളാഴ്ച പോവുകയും ചെയ്യും. 19 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ഇഷ്ടം എനിക്ക് 22 വയസ്സ്. ശരി വെയിറ്റ് ചെയ്യും. അതായത് പോണേന് മുമ്പേ 2 ദിവസം മുമ്പാണ് മറ്റേ ഫസ്റ്റ് വീഡിയോ ഇട്ടാണ് അവൾ ഇതിനകത്ത് പറയുന്നത്. അത് എടുക്കാൻ കാരണം അവൾക്ക് സാലറി കിട്ടണം. ഇവിടെ എന്തോ പണി നിങ്ങൾ പറഞ്ഞ പിച്ചെടുത്തുള്ള ജീവിക്കണം, നല്ല ഡീസന്റ് ആയിട്ടുള്ള ജോലിയുണ്ട് അവൾക്ക്. ആ ജോലിയുടെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. ഇപ്പൊ പൈസ കിട്ടി, നമ്മൾ എന്ത് ചെയ്യുന്നു, പോകുന്നു. എനിക്ക് 19 വയസ്സുണ്ട്. അതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേൾക്കോ? എനിക്കാണ് പറയണത്, അന്വേഷിക്കാൻ വന്നാലും ശരി, ഒരിക്കലും ഏട്ടനൊക്കെ പോകുന്നില്ല. ഇതിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവും. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മള് പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ടായി. സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു.
പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നും നിൽക്കരുത്. കാരണം എനിക്ക് എന്റെ ഇഷ്ടമുണ്ട്. എനിക്ക് 22 വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത്. കാരണം എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോകണം. ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ശരി 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 ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ സമ്മതിച്ചു. ഞാൻ ഇതിന്റെ ചുരുക്കം ഞാൻ പറഞ്ഞുതരാം. അവള് പറഞ്ഞതിന്റെ ചുരുക്കം വളരെ വ്യക്തമല്ല. ഇത് ആട്ടയ്ക്കകത്തുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. റൂമിലൊന്നും പോയില്ലേ, റൂമ് കിട്ടിയില്ലേ, ഇത് ഇറക്കി വിട്ടോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഓട്ടയ്ക്കകത്തിരുന്നുള്ള പരിപാടികൾ മാത്രമാണോ, വീഡിയോസ് മാത്രം വരുന്നത്? ഇവള് പറഞ്ഞു വരുന്നത് വെച്ചാൽ വളരെ എന്താ പറയുന്നത്, പരിശുദ്ധമായ പ്രേമം തുടങ്ങിയത് 19ാമത്തെ വയസ്സിലാണ്. എനിക്കിപ്പോൾ 22 വയസ്സ്. അതായത് 3 കൊല്ലം കൊണ്ട് അഴിഞ്ഞാടുകയാണ് ചേച്ചിയെ പറ്റിച്ചുകൊണ്ട്. ഈ 3 കൊല്ലം കൊണ്ട് ചേച്ചിയുടെ അടുത്ത് ഒരു വീട്ടിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് താമസിക്കുന്നത്. അപ്പൊ 3 കൊല്ലം കൊണ്ടുള്ള ആത്മാർത്ഥ പ്രണയമാണ്. അതിന്റെ ഇടയിൽ ചേച്ചിക്ക് 3 മക്കളായി. ആ 3 മക്കളിന്റെ ഇടയിൽ ഇത് എപ്പോഴാണ് നിനക്ക് സമയം കിട്ടുന്നത്? ഡേ വെപ്പ് മുടിക്കാരാ, നിനക്ക് ഇത് എപ്പോഴാ സമയം കിട്ടുന്നത്? ഇതിനിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ വെപ്പ് മുടിക്കാർ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവരുടെ അടുത്ത്. ഞാൻ ഈ വീഡിയോ ഫുൾ എന്തായിട്ട് ഇതിന്റെ ബാക്കി കൊടുക്കാം, നിങ്ങൾ ഒന്നും കൂടി കൃത്യമായിട്ട് കണ്ടോ. ആ വെപ്പ് മുടിക്കാർ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാന്ന്. അങ്ങനെ എനിക്ക് തോന്നി, ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാം. അതായത് അവനൊന്നും ഈ പുറത്ത് വരുന്നില്ല, അവൻ അങ്ങോട്ട് പ്രത്യക്ഷമായിട്ട് നമ്മുടെ കാമുകൻ വരുന്നില്ല, കാമുകിയെ കൊണ്ട് പറയുക. കാമുകി എന്ന് പറഞ്ഞാൽ അനിയത്തിന് ബോൾഡാണ്. ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ഞാനിവിടെ ഉണ്ട്, ഒരു പുലുമില്ല, ഞാൻ കട്ടയ്ക്കുണ്ട് ചേട്ടനാ, ഒരു മനുഷ്യന് പോലും വിട്ടുകൊടുക്കൂല. അപ്പോ ഏട്ടൻ, എന്റെ പൊന്നേട്ടൻ, എന്റെ ചേച്ചിയുടെ സ്വന്തം ഭർത്താവ്, ഇപ്പോ എന്റെ കൂടി ഭർത്താവ് അത്രയേ ഉള്ളൂ, അവരുടെ അടുത്ത് അവൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ അടുത്തുണ്ടെന്നും കൂടി നീ പറ. അപ്പൊ പറഞ്ഞ ചേട്ടനെ എന്റെ അടുത്തുണ്ട്, നിങ്ങൾ ആരും എന്നെ അന്വേഷിച്ചു വരരുത്. അവസാനം പറയുന്ന മറ്റൊരു ഡയലോഗ് ഉണ്ട്, പെട്ടെന്നുമല്ല കോടതിയിൽ പോയിട്ട് ഞാൻ ഇത് എന്നെ പറയുന്നു. അതായത് ഇവിടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം അവിഹിതമാണല്ലോ, കേസെടുക്കും. മനസ്സിലാവും. അവൾക്ക് സഹോദരി കേസ് കൊടുത്താൽ കേസെടുക്കും, കോടതി വരും. കോടതി വരുമ്പോൾ ഞാൻ ഇതൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ ആരും ഇവര് വീഡിയോ ഇട്ട് പറയാനുള്ള ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നത് കേസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ അങ്ങനെ ഒളിച്ചോടി കഴിഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കും. എന്റെ ഭർത്താവിനെ കാണാനില്ല, അവിടെ എന്തായാലും പോലീസുകാർ പൊക്കി മിസ്സിങ്ങിന് പൊക്കിക്കൊണ്ട് വരുമ്പോ പറയണ്ടേ. അപ്പൊ ആ നാണക്കേടൊക്കെ ഒഴിച്ച് എങ്ങനെയെങ്കിലും വീട്ടുകാരെന്ത് ചെയ്യരുത്, കേസ് കൊടുക്കുക. അതുകൊണ്ടാണ് ഈ പരതാറി പെണ്ണ് പറയുന്നത്, ചേച്ചിക്ക് എപ്പോ ആവശ്യമുണ്ട്, എപ്പോഴാണ് ചേട്ടന്റെ വളരെ 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 ആവശ്യമായ ഘട്ടത്തിൽ വേണമെങ്കിൽ ചേട്ടനെ കുറച്ചു സമയത്തേക്ക് ഞാൻ വേണമെങ്കിൽ തരാം എന്ന് ഈ പുന്നാര വളരെ ചേച്ചിയെ കുറിച്ച് വളരെ നല്ലത് മാത്രം ചിന്തിക്കുന്ന ചക്കര കുഞ്ഞു വാമ മാൻപേട പറയുന്നത്, ചേച്ചിക്ക് എപ്പോ വേണോ ഞാൻ കൊണ്ടുതരാം, പക്ഷെ ചേട്ടനെ വിട്ടുള്ളവരെ കളിയില്ല, കുറച്ചു സമയത്ത് വേണമെങ്കിൽ ഞാൻ തരാം, പ്രശ്നമില്ല. 3 കൊല്ലം അങ്ങനെ ആയിരുന്നല്ലോ. ചേച്ചിയെ കബളിപ്പിച്ചുകൊണ്ട് നമ്മൾ പലതും ചെയ്തു. ആ ചെയ്തതിന്റെ അനന്തരഫലമായിട്ട് എനിക്ക് ചേട്ടനെ പിന്നെ അങ്ങോട്ട് വിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ആത്മാർത്ഥ പൂർവ്വജന്മ പിന്നീട് ബന്ധം നമ്മളിലുണ്ട്, പൂർവ്വജന്മ ബന്ധം. മനസ്സിലായോ? തലമുറകൾക്കപ്പുറം നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി പിന്നെ അങ്ങനെ നടന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇപ്പോഴാണ് ഈ ജന്മത്തിലാണ് നമ്മൾ ഇന്ന് കണ്ടുമുട്ടിയത്. പക്ഷെ കണ്ടുമുട്ടി എനിക്ക് തിരിച്ചറിവ് വന്നപ്പോഴാണ് മനസ്സിലായത് ചേച്ചിയുടെ ഭർത്താവെന്ന്. പിന്നെ അവിടെ ഒന്നും നോക്കിയില്ല, ചേച്ചിയോ അമ്മയോ അച്ഛനോ അതൊന്നും അറിയില്ല. സ്വന്തം അച്ഛൻ്റെ അടുത്തായാലും ചിലപ്പോ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഭാര്യ സ്വന്തം അച്ഛൻ അതൊന്നും അറിയില്ല. എന്റെ പൂർവ്വജന്മ പിന്നീട് കാമുകനായിരുന്നു. നമ്മൾ ജന്മാന്തരങ്ങളായി പല പല ജന്മങ്ങൾ ഒരുമിച്ച് ജീവിക്കാനുള്ളവരാണെന്നുള്ള തിരിച്ചറിവ് അവൾക്കുണ്ടായി, ദൈവ വിളി അവൾക്കുണ്ടായി. അതുകൊണ്ടാണ് കൊണ്ടുപോയത്. എന്റെ കർത്താവേ, ഇതൊക്കെ എവിടെ പോയി അനുഭവിക്കുമെന്നോ, എവിടെ പോയി അവസാനിക്കുമെന്നോ എനിക്കൊരു പിടുത്തമില്ല. ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ 2 പടച്ചു കൊടുക്കായിരുന്നു കേട്ടോ. ഇവിടെ ഓട്ടയിൽ ഇരുന്നെ, ഓട്ടയിൽ തന്നെ മധുവിധമൊക്കെ ആഘോഷിക്കുന്നേ. വെപ്പ് കുടിക്കാരാ, നീ ഓട്ടയിൽ തന്നെ ഇതെല്ലാം സാധിക്കുന്നത്. എന്റെ കൂട്ടുകാരനെ ഓട്ട കഴിഞ്ഞ ഓട്ടം ഈ ഓട്ടയിൽ തന്നെ ആയിരുന്നല്ലോ. ക്ലിയർ ഇല്ല കേട്ടോ നമ്മളെ. ഇനി അടുത്ത വീഡിയോ എടുത്ത് കൂടി ക്ലിയർ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടന്റ് ഇതിപ്പോ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. വളരെ ക്ലിയർ ആയിട്ട് എവിടെയെങ്കിലും നിന്ന് പിന്നെ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓട്ടമാണല്ലോ, ഒരിടത്ത് നിൽക്കാം, ഒരിടത്ത് റൂം കിട്ടില്ലേടേ, ആൾക്കാർ അടിച്ചിറക്കി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് മധുവിധമൊക്കെ നീക്ക് ഇപ്പൊ ഓട്ടക്കകത്ത് തന്നെയാണോ, അവിടെ തന്നെ പെറുവോ? എന്തായാലും ആ വീഡിയോയുടെ ഫുൾ ഭാഗം ഇവിടെ കൊടുക്കാതൊക്കെ കണ്ടു നോക്കും. നമുക്ക് വീണ്ടും കാണാം. ജയ്. പിന്നെ ചേച്ചിയോട് പറയാനുള്ള വെച്ചാല് ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ ഒന്നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടുവോ, ഞാൻ ഇപ്പൊ രണ്ടാമത് പിടിച്ചിരിക്കാനോ ഒന്നും ഞാൻ നിൽക്കില്ല. പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത്.
ഞങ്ങളെ പിന്നാലെ ആരും വരരുത്. ഇത് മാത്രമല്ല ഒന്നും കൂടെ ഏട്ടനുണ്ട്. പോണന്റെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ്. തിങ്കളാഴ്ച കിട്ടുള്ളൂ, തിങ്കളാഴ്ച പോവുകയും ചെയ്യും. 19 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ഇഷ്ടം എനിക്ക് 22 വയസ്സിന്. അതൊക്കെയാണ് പറയണത്. അന്വേഷിക്കാൻ വന്നാലും ശരി, ഒരിക്കലും ഏട്ടനൊക്കെ പോകുന്നില്ല. ഇതിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവും. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ട് സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാ ഒന്നും നിൽക്കരുത്. കാരണം എനിക്ക് എന്റെ ഇഷ്ടമില്ല. എനിക്ക് 22 വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ അങ്ങനെ വരരുത്. എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോകണം. ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ